നമുക്ക് അലീനയുടെയും മനുഷ്യങ്ങളുടെയും നാളത്തെ നല്ലൊരു കഥ കേട്ടാലോ? അതിനു മുമ്പായി ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളൊക്കെ രേഖപ്പെടുത്താനും മറക്കരുത് കേട്ടോ. അങ്ങനെ നാളത്തെ കഥയിൽ അലീനയും ഗോവർദ്ധനും കൂടെ സംസാരിക്കുകയാണ്. അപ്പോൾ അലീനയോട് ഗോവർദ്ധനം പറഞ്ഞു, ഇനിയിപ്പം നമ്മൾ ഒളിച്ചു വെച്ചിട്ടൊന്നും കാര്യമില്ല ബാലേട്ടനോട്. നാളത്തെ പത്രം കണ്ടു കഴിഞ്ഞപ്പോൾ ബാലേട്ടനെല്ലാം മനസ്സിലാവും, കാരണം എന്തൊക്കെയാ സംഭവിച്ചുകൊണ്ടിരിക്കണേന്ന്. ഈ സമയത്ത് അലീനയ്ക്ക് ഭയങ്കര ടെൻഷനായി. കാരണം ഫോൺ പോലും അലീന ബാലേന്ദ്രന് കൊടുക്കാതെ എടുത്തുകൊണ്ട് വന്നതിന്റെ പ്രധാനപ്പെട്ട കാരണം ചിലപ്പോൾ ഫോൺ വിളിച്ചിട്ട് ഓരോരുത്തർ ഇങ്ങനെ ബാലേന്ദ്രനോട് ഓരോന്ന് ചോദിക്കും. ആ സമയത്ത് നെഞ്ചിടിപ്പ് കൂടും, നെഞ്ചിന് വേദന ഉണ്ടാവുകയും ചെയ്യും. അതുകൊണ്ടാണ്, അത് പ്രതീക്ഷിച്ചിട്ടാണ് അലീന ഫോൺ പോലും കൊടുക്കാതെ പോകുന്നത്. പക്ഷേ എങ്കിൽ ഗോവർദ്ധനം പറഞ്ഞു, ഫോൺ പിടിച്ചു കൊണ്ടുവന്ന് നോർത്തോണ്ട് ഒന്നും നമുക്ക് ചെയ്യാൻ പറ്റില്ല എന്ന് പറയണം. പത്രം കണ്ടു കഴിയുമ്പോഴത്തേനും ബാലേട്ടൻ എല്ലാം അറിയും. കാരണം ബാലേട്ടൻ സഹിക്കില്ല, പത്രത്തിനകത്താണെങ്കിൽ വലിയ കോളത്തിൽ തന്നെ ഫോട്ടോസും കാര്യങ്ങളൊക്കെ വരും. അലീന പറഞ്ഞു, ഇപ്പം നമ്മൾ എന്ത് ചെയ്യാൻ കൊള്ളേന്ന് ചോദിച്ചു. ഇപ്പം നമുക്ക് തൽക്കാലം ഒന്നും ചെയ്യാൻ പറ്റില്ല, അവനെ പുറത്തിറക്കാൻ പറ്റിയ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്താൽ മതിയാവുള്ളൂ. പിന്നെ അവൻ ഈ തെറ്റ് ചെയ്തിട്ടുണ്ടോ എന്നൊക്കെ നമ്മൾ അറിയണമെന്ന് പറഞ്ഞു. അലീന പറഞ്ഞു, അതിനെക്കുറിച്ചൊന്നും എനിക്ക് വ്യക്തമായിട്ട് അറിയില്ല, പക്ഷെ പോകുന്ന സമയത്ത് അച്ഛാ ഞാൻ തെറ്റൊന്നും ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ട് അവൻ കരയുന്നുണ്ടായിരുന്നു പറഞ്ഞു. ഗോവർദ്ധനം പറഞ്ഞു, അത് പിന്നെ പോലീസ് പിടിച്ചു കഴിയുമ്പോൾ പേടിച്ചിട്ട് ചിലപ്പോൾ വിളിച്ചു പറഞ്ഞായിരിക്കും എന്ന് പറഞ്ഞു. അപ്പോഴേക്കും അലീന പറഞ്ഞു, അങ്ങനെയാന്ന് എനിക്ക് തോന്നുന്നില്ല അങ്കളെ, നോക്കാന്ന് പറയണ. ഇനിയിപ്പം വന്നതിൻ്റെ ബാക്കി നോക്കണമല്ലോ. ഒരു കാരണവശാലും അച്ഛനെ ഈ കാര്യത്തിൽ വേദനിപ്പിക്കാൻ പാടില്ല. കാരണം രോഗത്തിൻ്റെ കാര്യത്തിൽ വിഷമിപ്പിക്കാൻ പാടില്ല. ഒത്തിരി അധികം സ്ട്രെസ്സും സ്ട്രെയിനും ഒന്നും ബാലേന്ദ്രൻ എടുക്കാൻ പറ്റില്ല. ഹാർട്ട് പ്രശ്നമാക്കി ഇരിക്കുന്ന സമയമാണല്ലോ. അങ്കളൊരു കാര്യം ചെയ്യുക, നല്ലൊരു വക്കീലിനെ ഏർപ്പാടാക്കുക, നമുക്ക് വേണ്ട എന്താണെന്ന് വെച്ചാൽ ചെയ്യാമെന്ന് പറഞ്ഞു. പിന്നീട് ഗോവർദ്ധനം അങ്ങോട്ട് പോയി കഴിഞ്ഞപ്പം തൻ്റെ കയ്യിലിരുന്ന CD മെമ്മറി കാർഡും ഒക്കെ അലീന മാറ്റുവാണ്. കാരണം പോലീസ് എങ്ങാനും വന്ന് വീട്ടിൽ ഇനി മൊത്തത്തോടെ ചെക്ക് ചെയ്യുവാണെങ്കിൽ, അവൻ്റെ മുറിയൊക്കെ ചെക്ക് ചെയ്യുവാണെങ്കിൽ അതൊക്കെ കിട്ടിയ പ്രശ്നവും. അതിനകത്ത് എന്താ ഏതാ എങ്ങനെയൊന്നും അലീനയ്ക്ക് അറിയില്ല. പക്ഷെ എന്തേലും പ്രശ്നമുള്ള കാര്യമാണെങ്കിൽ രോഗത്തിനെ രക്ഷിക്കാനായിട്ട് പറ്റില്ല എന്ന് അലീനയ്ക്ക് നന്നായിട്ടറിയാം. അങ്ങനെ ഗോവർദ്ധൻ അങ്ങോട്ട് പോയി കഴിഞ്ഞപ്പോൾ തന്നെ അലീന താഴേക്ക് ഇറങ്ങി വന്നു. കൃഷ്ണമോളും ഭവിതയൊക്കെ ഉണ്ടായിരുന്നു. അപ്പം ഭവിതയോടും കൃഷ്ണമോളോടും ഒക്കെ 2 ദിവസത്തിന് ക്ലാസ്സിലേക്കൊന്നും പോകണ്ടെന്ന് ഗോവർദ്ധനം പറഞ്ഞു. ക്ലാസ്സിലേക്ക് എങ്ങനെ പോകാനെന്ന് പറ, പോയിട്ടുണ്ടെങ്കിൽ നാണക്കേട് വേറെ, സ്കൂൾ കുട്ടികളും ടീച്ചേഴ്സും എല്ലാം അറിയും. പിന്നെ അവർക്ക് തല ഉയർത്തി പിടിച്ച് നിൽക്കാൻ പറ്റുമോ? ഒരു കുറച്ച് ദിവസത്തേന് ഇങ്ങനെ ഇത് കത്തിക്കാളി നിൽക്കും. ആ കെട്ടൊന്ന് അടങ്ങിയിട്ടാണെങ്കിൽ പിന്നെ കുഴപ്പമില്ല. ആ സമയത്ത് അലീന അങ്ങോട്ട് ഇറങ്ങി വന്നു. അപ്പോഴേക്കും ഭവിത ചോദിച്ചു, എന്താടി അങ്കിൾ എന്താ വന്ന് പറഞ്ഞിട്ട് പോയെന്ന് ചോദിച്ചു. ഇത് കേട്ടുകഴിഞ്ഞപ്പോഴത്തേനും അലീന പറഞ്ഞു, ഇതേ ഭവിത, നിന്നോട് പറയാനുള്ള കാര്യമാണെങ്കിൽ എന്താണെങ്കിലും പറയും. അപ്പോഴേക്കും ഭവിത കൃഷ്ണയോടായിട്ട് പറഞ്ഞു, അല്ലെങ്കിലും അങ്ങനെയാണല്ലോ, ഇവളാണല്ലോ ഇവിടുത്തെ എല്ലാത്തിനും അധികാരി, ഇവള് പറയുന്ന പോലെയല്ലേ ഇവിടെ കാര്യങ്ങളൊക്കെ നടക്കുള്ളൂ. മറ്റുള്ളവർക്ക് ഇവിടെ ഒന്നും അറിയണ്ടല്ലോ, എല്ലാം കൂടെ കൂടി ആലോചിച്ച് അങ്ങോട്ട് ഓരോ തീരുമാനങ്ങളോട് എടുത്തേക്കുക, ഞങ്ങൾക്കൊന്നും ഇതിനെക്കുറിച്ച് അറിയണ്ടെന്നൊക്കെ ചോദിച്ചു. അപ്പോഴേക്കും കൃഷ്ണ പറഞ്ഞു, ഭവിതേച്ചി എന്തിനാ ഇങ്ങനെയൊക്കെ പറയണേ? ഭവിതേച്ചിക്ക് ഇപ്പൊ എന്തറിയാനാന്ന് ചോദിച്ചു. ആ സമയം അലീന പറഞ്ഞു, നിനക്ക് എന്തേലും പറയാനും ചോദിക്കാനുണ്ട് എന്നോട് ചോദിച്ചാലും പറഞ്ഞാലും മതി, അതിന് കൃഷ്ണമോളെ പേടിപ്പിക്കേണ്ട കാര്യമില്ല എന്ന് പറഞ്ഞു. ആ സമയം ബബിത പറഞ്ഞു, നീ കൂടുതൽ ആളാവാനൊന്നും നോക്കണ്ട, നിനക്കൊരു വിചാരം ഉണ്ടായിരിക്കും നിന്റെ തലയിൽ കൂടെ വീട്ടിലെ കാര്യങ്ങൾ മുഴുവൻ പോകുന്നതെന്ന്. വെറുതെയാ, എനിക്ക് നിന്നെ ഒരു പേടിയില്ല, ഒരു തലമുടിനാരിൻ്റെ വില പോലും നിനക്ക് ഞാൻ തരുന്നില്ലെന്ന് പറയണേ. എൻ്റെ ഒരു തലമുടിനാരിൻ്റെ വില പോലും അത്ര പോലും നിനക്കില്ലാന്ന്. അത് കേട്ടപ്പോൾ അലീന പറഞ്ഞു, ആയിക്കോട്ടെ. ഇതേ ഭവിതേ, ഇപ്പം നീ പറയുന്നതൊക്കെ ഉണ്ടല്ലോ, ഒരിക്കൽ തിരിച്ചു പറയേണ്ടതായിട്ട് വരും. നിന്റെ പോക്ക് അത്ര ശരിയാന്ന് എനിക്ക് തോന്നുന്നില്ല, നിനക്കറിയാലോ, ഞാൻ കൂടുതലേ പറയണ്ടല്ലോ എന്ന് പറഞ്ഞു. നീ എന്നെ കൂടുതലൊന്നും പഠിപ്പിക്കാൻ വരണ്ട, എനിക്കറിയാമെന്ന് പറഞ്ഞു. കൃഷ്ണ പറഞ്ഞു, എന്താ ഭവിതേച്ചി ഇങ്ങനെ? രോഹിത്തേട്ടനാണെങ്കിൽ പോലീസുകാരുടെ കൈവശം, അച്ഛനാണ് ഹോസ്പിറ്റലിൽ, അതുപോലെ അമ്മയെ ഹോസ്പിറ്റലിൽ. ഈ സമയത്ത് ഭവിതേച്ചിക്ക് ഇങ്ങനെയൊക്കെ വിളിച്ചു പറയാൻ എങ്ങനെ തോന്നുന്നു പറയാം. ഓ, അപ്പം ഇവള് ചെയ്യുന്നതൊന്നും നിനക്ക് പ്രശ്നമില്ലായിരിക്കും അല്ലേ? ഇവൾക്ക് വായി തോന്നുന്നല്ലേ പറയാലോ. അതിന് അലീന ചേച്ചി എന്ത് പറയുന്നെന്നാ? അലീന ചേച്ചി ഒന്നും പറഞ്ഞില്ല, അച്ഛൻ പറയുന്ന പോലെ അലീന ചേച്ചി അനുസരിക്കത്തുള്ളൂ. ഇപ്പം തൽക്കാലത്തേക്ക് അച്ഛൻ ഇവിടെ ഇല്ലാത്തതുകൊണ്ട് അലീന ചേച്ചി പറയുന്ന അനുസരിച്ചാൽ മതി. ഒന്നും അല്ലെങ്കിലും ചേച്ചി അല്ലേന്ന് ചോദിച്ചു. ചേച്ചി, അത് നീ അങ്ങോട്ട് അനുസരിച്ചാൽ മതി, എന്നെ കിട്ടത്തൊന്നുമില്ല അതിനെന്ന് പറഞ്ഞു. അതും പറഞ്ഞിട്ട് ഭവിത അങ്ങോട്ട് കയറിപ്പോയി. ഭവിത എന്നിട്ട് അമലിനെ വിളിക്കുകയാണ്. അമലിനെ വിളിച്ചിട്ട് കാര്യങ്ങളൊക്കെ പറയാണ്. ഭവിതയ്ക്ക് പറയാനായിട്ട് അമലുണ്ടല്ലോ, അവനേതാണ്ട് പക്ക പെർഫെക്റ്റ് ആണെന്നുള്ള രീതിയിലാണ് അവളുടെ സംസാരം ഭവിതയുടെ. ഇനിയിപ്പോൾ എന്തൊക്കെ വന്നാലും ഈ വീട് മൊത്തം നാണം കെട്ട് അല്ലെങ്കിൽ ആർക്കെങ്കിലും എന്തെങ്കിലും സംഭവിച്ചാലും തനിക്ക് അവനുണ്ട്, തൻ്റെ കാമുകനുണ്ട്, അവൻ തന്നെ സംരക്ഷിച്ചോളും എന്നൊരു ചിന്തയായിരുന്നു ഭവിതയ്ക്ക്. അതിൻ്റെ ഹുങ്കാണ് ഭവിത കാണിക്കുന്നത്, അലീനയുടെ അടുത്ത് എടുക്കുന്നത്, അവൻ നോക്കുന്നൊരു ചിന്ത കാരണം. അതേ സമയത്ത്
മനുഷ്യർക്ക് ആകെപ്പാടെ ടെൻഷനായിരുന്നു. എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. പിറ്റേ ദിവസമായി കഴിഞ്ഞപ്പോഴത്തേനും പത്രത്തിലൊക്കെ ഇങ്ങനെ വാർത്തകളും കാര്യങ്ങളൊക്കെ വരുവാണ്. ആ സമയത്ത് കുറേ ആൾക്കാർ കൈതയ്ക്കൽ മാളിക വീട്ടിൻ്റെ ഗേറ്റിൻ്റെ അങ്ങോട്ടേക്ക് വരുവാണ്. ഗേറ്റ് പൂട്ടിയിട്ടിരിക്കുമായിരുന്നു. തുറക്കടാ വാതിൽ, ഗേറ്റ് തുറക്കടാന്ന് പറഞ്ഞുകൊണ്ട് ആക്രോശിക്കുകയാണ്. ഗേറ്റ് തട്ടുന്നു മുട്ടുന്നു, ഭയങ്കര പ്രകടനം. അവനിങ്ങ് ഇറക്കി വിടറാ, ആ പീഡനവേരനെ ഇങ്ങോട്ട് ഇറക്കി വിടാനും പറഞ്ഞുകൊണ്ട് വല്ലാത്ത പ്രകടനമാണ്. ഒച്ചപ്പാടും ബഹളവും കേട്ട് കമല വന്ന് നോക്കി കഴിയുമ്പോഴത്തേനും താഴെ കുറേ ആൾക്കാർ നിൽക്കുന്നു. പെട്ടെന്ന് തന്നെ കമല ഓടിയ മനുശങ്കറിൻ്റെ അടുത്തേക്ക് നിന്നു. മനുവിൻ്റെ അടുത്ത് എന്നിട്ട് പറഞ്ഞു, എടാ മനു, അതേ ഗേറ്റിൻ്റെ അവിടെ വന്ന് കുറേ ആൾക്കാർ കിടന്ന് ഒച്ചപ്പാടും ബഹളവും ഉണ്ടാക്കുന്നുണ്ട്. എടാ എന്താ ചെയ്യണ്ടേ, എനിക്കറിയില്ല എന്ന് പറഞ്ഞു. അവർ വെറുതെ വന്നൊന്നുമല്ല. അമ്മയുടെ മോനുണ്ടല്ലോ, പുന്നാര മോന് ഹരി, അവനെ മാലയിട്ട് സ്വീകരിക്കാൻ വേണ്ടി വന്നാന്ന് പറഞ്ഞു. അവനിവിടെ ഉണ്ടായിരുന്നെങ്കിൽ ഇപ്പം അവനെ അങ്ങോട്ട് ഇറക്കി വിട്ടാൽ മാത്രം മതി, നല്ല സ്വീകരണം കൊടുത്തേനെന്ന് പറഞ്ഞു. എടാ നീ എന്താടാ ഇങ്ങനെയൊക്കെ പറയണേ? പിന്നല്ലാതെ അമ്മ എന്താ വിചാരിച്ചുകൊണ്ടിരിക്കണേ? ഒരു പെൺകുട്ടിയെ സ്നേഹിച്ച് വഞ്ചിച്ച് പിന്നെ നാട്ടുകാർക്ക് അവളെ കാഴ്ച വെച്ചിട്ടുണ്ടെങ്കിൽ നാട്ടുകാർ വെറുതെ ഇരിക്കുമെന്ന് ഓർത്തോ? അല്ല, കൂട്ടുകാർക്ക് കാഴ്ച വെച്ചിട്ടുണ്ടെങ്കിൽ നാട്ടുകാർ വെറുതെ ഇരിക്കുമെന്ന് ഓർത്തോ? അത് കേട്ടപ്പോൾ കമല പറഞ്ഞു, എടാ അവൻ അങ്ങനെയൊന്നും ഇതേ മിണ്ടരുത്, പിന്നെ നിങ്ങൾ അത് തന്നെ ഉരുവിടില്ല, നാണമുണ്ടോ നിൽക്കുമെന്ന് ചോദിച്ചു. പിന്നീട് മനുശങ്കർ ടെറസിലേക്ക് അങ്ങോട്ട് ചെല്ലുവാണ്. അങ്ങനെ ടെറസിൻ്റെ അവിടെ ചെന്ന് നോക്കുമ്പോഴത്തേനും ഗേറ്റിൻ്റെ അവിടെ കുറേ ആൾക്കാർ കൂടിയിട്ടുണ്ട്. എല്ലാവരും ഭയങ്കര ഒച്ചപ്പാടും ബഹളവും മുറുമുറുക്കലും എല്ലാം കൂടെയാണ്. അവർ പറയുന്നൊക്കെ കുറേയൊക്കെ അവ്യക്തമായിട്ട് മനുഷ്യങ്ങനെ കേൾക്കായിരുന്നു. വലിയ വീട്ടുകാരെന്നാ ഭാവം. എന്നിട്ടിപ്പോൾ എന്താ കാണിച്ചു വെച്ചിരിക്കുന്നുണ്ടല്ലോ ചെറുക്കൻ, പാവം പിടിച്ച പെൺകുട്ടികളെ ഇങ്ങനെ പറ്റിച്ച് വസ്താക്കി പീഡിപ്പിക്കുന്നു. ഇവനെപ്പോലുള്ളവനെയൊക്കെ പച്ചയ്ക്ക് കത്തിക്കുകയോ ചെയ്യണ്ടേ, നാണമില്ലാത്തതെന്നൊക്കെ പറയുന്നുണ്ട്. അല്ല, തന്തേനും തള്ളേനെയൊക്കെ പറഞ്ഞാൽ മതി. കമലയ്ക്കാണെങ്കിൽ തല കുനിഞ്ഞുപോയി. പിന്നീട് അവർ കല്ല് പെറുക്കി എറിയാനൊക്കെ തുടങ്ങണം. അപ്പോഴേക്കും കമല പറഞ്ഞു, എടാ എന്തെങ്കിലും ചെയ്യാൻ പറഞ്ഞു. എന്ത് ചെയ്യാനായിട്ട്? നീ പോലീസിനെ വിളിക്കാൻ മറ്റോ ചെയ്ത്. പോലീസിനെ വിളിച്ചിട്ട് എന്ത് ചെയ്യാനാ? എടാ ഇവിടെ പ്രശ്നമാണെന്ന് പറ. എന്നെ കൊണ്ട് പറ്റില്ല എന്ന് പറഞ്ഞു. എടാ എന്തെങ്കിലും ഒന്ന് ചെയ്യടാന്ന് പറഞ്ഞു. ഒടുവിൽ മനുശങ്കർ പോലീസിനെ വിളിക്കുന്നുണ്ട്. അങ്ങനെ പോലീസുകാർ വന്ന് അവിടെ പ്രകടനം നടത്തിയ ആൾക്കാരെയൊക്കെ ഓടിച്ചു വിടുവാണ്. എന്ത് ചെയ്യാൻ പറ്റും മനുവിന്? കാരണം ഒന്നും പറയാൻ പറ്റാത്തൊരു സാഹചര്യമാണ്. തൻ്റെ അനുജനാണ് തെറ്റ് ചെയ്തിരിക്കുന്നത്, അവനെ സപ്പോർട്ട് ചെയ്യാൻ പറ്റില്ലല്ലോ. ഈ പറയുന്ന കമല സപ്പോർട്ട് ചെയ്യുന്ന പോലെ അവനെ സപ്പോർട്ട് ചെയ്ത് പറയാനൊന്നും മനുഷ്യങ്ങനെ പറ്റത്തില്ല. പിന്നെ പത്രത്തിലൊക്കെ വാർത്ത വന്നല്ലോ. ഈ വാർത്തയൊക്കെ അറിഞ്ഞു കഴിഞ്ഞപ്പോൾ തന്നെ ബാലേന്ദ്രൻ്റെ ഫോണിലേക്ക് ഓരോരുത്തരായിട്ട് വിളിക്കാൻ തുടങ്ങി. അലീന എന്ത് ചെയ്തു? ആ ഫോണും കൂടെ ഓഫ് ചെയ്ത് വെക്കുവാണ്. കാരണം ഇപ്പം അതിന് മറുപടി പറയാൻ പറ്റില്ല, അങ്ങനെ പറ്റുന്നൊരു സാഹചര്യം അല്ലല്ലോ. പക്ഷെ ഇതൊന്നും വൈജയന്തി തൊട്ട് അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. വൈജയന്തി പിന്നീട് അങ്ങനെ കിടക്കണ സമയത്താണ് നേഴ്സ് വരുന്നത്. അങ്ങനെ നേഴ്സ് വന്ന് സംസാരിക്കുന്ന സമയത്ത് വൈജയന്തിയോട് കാര്യങ്ങൾ പറയണേ. കാരണം പേരും അഡ്രസ്സും വീട്ടുപേരും ഒക്കെ അതിനകത്തുണ്ടായിരുന്നല്ലോ, എല്ലാ ഡീറ്റെയിൽസും ഉണ്ടായിരുന്നു. അങ്ങനെ നേഴ്സ് ചോദിച്ചു, അല്ല നിങ്ങളുടെ മകനല്ലേ രോഹിത് എന്ന് ചോദിച്ചു. അതെ. അപ്പോഴേക്കും ചോദിച്ചു, അല്ല രോഹിത് ഇപ്പോൾ പോലീസ് കസ്റ്റഡിയിലല്ലേന്ന് ചോദിച്ചു. പോലീസ് കസ്റ്റഡിയിൽ എന്തിനാ? പാമ്പൊടിച്ചൊരു പെൺകുട്ടിയെ പീഡിപ്പിച്ചതിൻ്റെ പേരിൽ ദേ അവനും പിന്നെ നിങ്ങളുടെ ബന്ധുക്കാരാന്ന് തോന്നേ ഒരു ചെറുക്കനും 3-4 പേരുണ്ട് കൂട്ടബലാത്സംഗം ചെയ്തിരിക്കുന്നത്, അതിൻ്റെ പേരിൽ പോലീസ് കസ്റ്റഡിയിലാന്നൊക്കെ പറയണം. അത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും ഒരു നിമിഷം വൈജയന്തി ഞെട്ടിപ്പോയി. വൈജയന്തി വെച്ച് നിങ്ങളോട് ആരാ ഇതൊക്കെ പറഞ്ഞ്? പത്രത്തിനകത്ത് വെണ്ടയ്ക്ക ഒഴിപ്പിൽ വന്നിട്ടുണ്ടല്ലോ, പിന്നെ ഇനിയിപ്പോൾ ആരെങ്കിലും പറയേണ്ട ആവശ്യമുണ്ടോ എന്ന് പറയണം. അത് കേട്ടപ്പോൾ വൈജയന്തിക്ക് കണ്ണിനിട്ട് കിടന്ന പോലെ തോന്നി. വൈജയന്തി ഇത്രയും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല. അല്ല അത് പിന്നെ നിങ്ങൾക്ക് ചിലപ്പോൾ ആള് തെറ്റിയതായിരിക്കും. ആള് തെറ്റിയിട്ടൊന്നുമില്ല, അതെ ഇന്നത്തെ പത്രത്തിലുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് നേഴ്സ് അങ്ങോട്ട് പോയി. വൈജയന്തിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല, വല്ലാത്തൊരു വീർപ്പുമുട്ടലായിപ്പോയി. ഇത്രയ്ക്കൊന്നും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല. ഇതേ സമയത്ത് രാജീവിനെ ശിവശങ്കരൻ വിളിച്ചു. ശിവശങ്കരൻ വിളിച്ചിട്ട് ഇവിടെ നടക്കുന്ന കാര്യങ്ങളൊക്കെ പറയണം. അത് കേട്ടപ്പോൾ രാജീവൻ പറഞ്ഞു, അതേ ശിവേട്ടാ, ഇത് നിസ്സാര കാര്യമൊന്നുമല്ല, പെട്ടെന്ന് തലയുരി പോരാൻ പറ്റുമെന്ന് തോന്നില്ല. ഇനിയിപ്പോൾ എന്ത് ചെയ്യടാ, എന്ത് ചെയ്യാനാ? ഇതിൻ്റെ പിന്നിൽ പോയിട്ടുണ്ടെങ്കിലുണ്ടല്ലോ അവസാനം നാണം കിടും. എടാ അവനെ എങ്ങനെയെങ്കിലും രക്ഷിക്കണ്ടേ? ഹരിയൊക്കെ എങ്ങനെ രക്ഷിക്കാനായിട്ട് പോയിട്ടുണ്ടെങ്കിൽ അത് അതിനേക്കാളും വലിയ പ്രശ്നമാണ്. ഓരോന്നൊക്കെ ഒപ്പിച്ച് നോക്കുമ്പോൾ അവനൊക്കെ ചിന്തിക്കണമായിരുന്നു, അവൻ്റെയൊക്കെ വിചാരം അവൻ ആരാന്നാ എന്നൊക്കെ പറഞ്ഞ് കുറേ ചീത്ത പറയണം. അല്ല അന്ന് അലീനയോട് അവൻ ചെയ്ത കാര്യങ്ങളൊക്കെ അറിയാവുന്നതല്ലേ. എടാ ഇനിയിപ്പോൾ എന്ത് ചെയ്യും? എങ്ങനെയെങ്കിലും ഒന്ന് ഇറക്കാൻ പറ്റുമെങ്കിലേ ഞാൻ നോക്കട്ടെ, ഞാനൊന്ന് വിളിച്ചു നോക്കട്ടെ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് രാജുവിന് പരിചയമുള്ള സർക്കിൾ ഇൻസ്പെക്ടറിൻ്റെ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ വിളിക്കുകയാണ്. വിളിച്ചു കഴിഞ്ഞപ്പോൾ അയാൾ പറഞ്ഞു, ഒരു രക്ഷയില്ല രാജീവേ, കാരണം ഇത് ചെറിയ കേസൊന്നുമല്ല, റേപ്പ് കേസാണ്. അതുകൊണ്ട് പ്രതികളൊന്നും പുറത്തുവിടാൻ പറ്റില്ല. ഇനിയിപ്പോൾ തെളിവെടുപ്പും കാര്യങ്ങളൊക്കെ നടത്തണം. ആ പെൺകുട്ടി ഇപ്പോഴും ഹോസ്പിറ്റലിൽ അറിയാലോ. ജനങ്ങൾ വെറുതെ ഇരിക്കും തോന്നുന്നുണ്ട്. ഇവന്മാരെയൊക്കെ വെറുതെ വിട്ടിട്ടുണ്ടെങ്കിൽ പക്ക ക്രിമിനലുകളാ, അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ ചെയ്യുമോന്നൊക്കെ ചോദിച്ചു. രാജീവിന് മനസ്സിലായി എന്താ ഏതാ എങ്ങനെയാന്നുള്ള കാര്യങ്ങളൊക്കെ.
ഇതിനകത്ത് തലയിട്ടണമെങ്കിൽ തന്നെ നാറ്റക്കേസാണെന്ന് മനസ്സിലായി. പിന്നീട് ശിവശങ്കരനെ വിളിച്ചിട്ട് പറഞ്ഞു, എത്രയും പെട്ടെന്ന് നല്ലൊരു വക്കീലിനെ ഏർപ്പാടാക്കാൻ നോക്ക്. ഹവർമാർക്കിട്ട് തല്ല് കിട്ടുമെന്നുള്ള കാര്യം ഉറപ്പാ, വെറുതെ എന്തായാലും വിടത്തില്ല എന്ന് പറഞ്ഞു. ആ സമയം രോഹിത്തിനെയൊക്കെ കൊണ്ടുപോയി ചോദ്യം ചെയ്യേണ്ട കൊണ്ട് കൊണ്ടുപോകുന്നുണ്ട്. രോഹിത്തൊക്കെ ആണെങ്കിലോ, രോഹിത്ത് മാത്രം നന്നായിട്ട് കരച്ചിലായിരുന്നു. രോഹിത്ത് ഞാനൊന്നും തെറ്റും ചെയ്തിട്ടില്ല എന്ന് വിളിച്ചു പറയുന്നുണ്ട്. പക്ഷെ മറ്റോമാര് പറഞ്ഞല്ലോ രോഹിത്തും കൂടെ ഉണ്ടായിരുന്നെന്ന്. എല്ലാവരും നല്ല മദ്യലഹരിയിലായിരുന്നു താനും. രോഹിത്ത് ആണയായിട്ട് പറഞ്ഞു, ഞാൻ മദ്യപിച്ചു, പക്ഷേങ്കിൽ ഞാൻ വേറൊന്നും ചെയ്തിട്ടില്ല, ഞാൻ ആ പെൺകുട്ടിയെ ഒന്നും ചെയ്തിട്ടില്ലെന്ന് പറയുന്നുണ്ട്. പോലീസുകാർ അത് വിശ്വസിച്ചില്ല. കാരണം കൂടെയുള്ള സമയത്ത് എന്തെങ്കിലും ചെയ്ത് കാണുമായിരിക്കും, അല്ലാതെ ഒരുത്തം മാത്രം ഇങ്ങനെ പുള്ളിയാളിനായിട്ട് ഇരിക്കില്ലല്ലോ എന്നൊരു ചിന്തയായിരുന്നു അവരുടെ മനസ്സിലും. പക്ഷേ അലീനയ്ക്ക് ഒരേ ഒരു വിചാരം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, രോഹിത്ത് തെറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ അവനെ രക്ഷിക്കണം, അച്ഛൻ്റെ മാനം രക്ഷിക്കണം. കാരണം അച്ഛന് തല ഉയർത്തി പിടിച്ച് നടക്കാൻ പറ്റണം, ആ ഒരു ചിന്തയേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെയാണ് നമ്മൾ കാണാനായിട്ട് പോകുന്നത്. ആ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി.